ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി അത്യാവശ്യം നല്ലൊരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് 26,200 റേഞ്ചിലൊക്കെ നല്ല റെസിസ്റ്റൻസാണ്. ഓൾ ടൈം ഹൈയിലേക്ക് നിഫ്റ്റിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഒരു 4 ദിവസത്തിന് ശേഷമാണ്. അപ്പോൾ വലിയ മൂവ്മെൻ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ വലിയ അടിപൊളി ട്രേഡ്സ് കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ഇടാണ്ടിരുന്നത്, വേറെ ഒന്നുമല്ല. എന്നാൽ അത്യാവശ്യം നല്ല അടിപൊളി ട്രേഡ്സ് വന്നിട്ടുണ്ട്, ഫുൾ ടാർഗറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ നിഫ്റ്റി ലെവൽസ്. 25,200 ആ റേഞ്ചിലാണ് എൻ്റെ ഒരു റെസിസ്റ്റൻസ് ഇരിക്കുന്നത്. അതിനുശേഷം 26,063 അല്ലെങ്കിൽ 26,000 ഈ റേഞ്ചിലേക്ക് നിഫ്റ്റി വന്നേക്കാണ്. ഒന്നെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ കനത്തൊരു റെസിസ്റ്റൻസിൻ്റെ പ്രഷറായിരിക്കാം, അല്ലാതെ ഉണ്ടാവും അവിടെ. എന്തായാലും ബാക്കിയുള്ള കാര്യം നമുക്ക് വരും ദിവസത്തേക്ക് നോക്കി നോക്കാം. 85,800 പി രാവിലെ കൊടുത്ത ഒരു ലെവലാണ്. ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും സംഭവം ട്രേഡ് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ റെഡ് ക്യാനിൽ എവിടെയാണ് ക്ലോസ് ചെയ്തേക്കണത്. അതിനുശേഷം കുറേ നേരം കഴിഞ്ഞിട്ടാണ് ലിമിറ്റിലേക്കൊക്കെ വന്നതാണ്. എടുക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതല്ല സംസാരിക്കണേ. നിങ്ങൾ ഇവിടെ നോക്കുക, ക്യാൻഡിൽസ് അടിയിലേക്ക് ഇറങ്ങി കുറച്ച് നേരം കൺസോൾട്ടേറ്റ് ചെയ്ത് കയറിയപ്പോൾ ഒരു എൻട്രി ഉണ്ട് ഇവിടെ. ഇത് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇത് കണ്ടിന്യൂ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അതവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ഒരു 560 to 652 ഒരു 120 പോയിൻറ്റോളം വൺ വേയിൽ വന്നിട്ടുണ്ട് അവിടെ. പിന്നെ നമുക്കുണ്ടായിരുന്ന 26,200 പി ആണ്. 26,200 പി ഫസ്റ്റ് ട്രേഡ് ഫുൾ ടാർഗറ്റാണ്, 50 പോയിൻ്റ് ആണ്. ടോട്ടൽ 60 പോയിൻറ്റ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ട്രേഡും കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് 30 പോയിൻ്റാണ് വന്നേക്കണത്. ഇതൊക്കെ ഫ്രീ ഗ്രൂപ്പിലൊക്കെ കൊടുത്തേണ്ട ട്രേഡാണ് കേട്ടോ. ഇന്ന് ഫ്രീ ഗ്രൂപ്പിൽ 5 ട്രേഡ് കിട്ടിയിട്ടുണ്ട്. അതിൽ 2 ട്രേഡ് ഇതാണ്, കണ്ടിന്യൂ ട്രേഡാണ്. ഇപ്പോൾ ഇവിടെ കയറാൻ ഫസ്റ്റ് ട്രേഡിൽ കയറാൻ പറ്റാത്ത ആൾക്കാർക്ക് സെക്കൻഡ് ട്രേഡിൽ കയറാൻ വൺ വേയിൽ തന്നെയാണ് 30 പോയിൻറ്റ് വന്നേക്കണത്. അതിനുശേഷം നമുക്കിവിടെ നോക്കി മനസ്സിലാവും, കുറച്ച് നേരം അടിയിൽ ക്യാൻഡിൽസ് നിന്ന ശേഷം തിരിച്ച് കയറിയിട്ടുണ്ട്. ഇവിടെ റെഡ് ക്യാൻഡിലില്ല, അപ്പോൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെയും വെയിറ്റ് ചെയ്യണം. അടിയിലേക്ക് കുറച്ച് കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷം പിന്നെയും കയറിയിട്ടുണ്ട്. ഇവിടെ എൻട്രി എടുക്കുക. സെയിം എൻട്രി തന്നെയാണ്, ഇത് ഫുൾ ടാർഗറ്റ് തന്നെയാണ്. സെയിം ആയിട്ടുള്ള ഫുൾ ടാർഗറ്റാണ് ഇവിടെയും വന്നത്. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2:46 ടൈമിന് ഫുൾ ടാർഗറ്റാണ് വന്നത് അവിടെ. ഫസ്റ്റ് ട്രേഡ് തന്നെയാണ് ഈ 2:46 ട്രേഡിലും വന്നത്. പറഞ്ഞത് മാത്രം ചിലപ്പോൾ നോക്കിയിരിക്കാത്തവർക്ക് കിട്ടില്ല. പിന്നെ 85,500 പി ആണ്. 85,500 പി 140 പോയിൻറ്റ് ഫസ്റ്റ് ട്രേഡിൽ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം കൺസോൾട്ടേറ്റ് ചെയ്ത് തിരിച്ച് കയറുന്ന സമയത്ത് ഒരു എൻട്രി ഉണ്ട്. ഇതൊരു 40 പോയിൻറ്റ് വന്നിട്ടുണ്ട്. അതിനുശേഷം ക്യാൻഡിൽസ് തിരിച്ചിറങ്ങി പിന്നെയും തിരിച്ച് കയറിയപ്പോൾ എക്സാക്റ്റ് ഒരു എൻട്രി പിന്നെയും അവിടെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും, റെഡ് ക്യാൻഡിൻ്റെ ക്ലോസിംഗ് ഉണ്ട്. പിന്നെ കറക്റ്റായിട്ട് ലിമിറ്റിൽ തട്ടിയിട്ടുണ്ട്, കറക്റ്റായിട്ട് മൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. 457 to 575 ഒരു 120 പോയിൻറ്റ് അഗെയിൻ വന്നിട്ടുണ്ട് അവിടെ. പിന്നെ നമുക്കുണ്ടാകുന്ന 26,100 പി ആണ്. ഫസ്റ്റ് ട്രേഡ് 40 പോയിൻ്റാണ്. രണ്ടാമത്തെ ട്രേഡ് ഒരു 23 പോയിൻ്റാണ്. ഇതൊക്കെ ഫ്രീ ഗ്രൂപ്പിൽ കിട്ടിയ ട്രേഡും കൂടിയാണ് കേട്ടോ. ഫ്രീ ഗ്രൂപ്പിൽ പറഞ്ഞ ട്രേഡാണ്. ഇതിൽ പ്രീമിയം കുറവ് ആ ടൈമിലായിരുന്ന ട്രേഡാണ്. ഫസ്റ്റ് ട്രേഡ് 40 പോയിൻറ്റ്, സെക്കൻഡ് ട്രേഡ് 20 പോയിൻറ്റ്. പിന്നെ റീ എൻട്രി വന്നിട്ടുണ്ട്, അത് ഒരു 13 പോയിൻറ്റ് വന്നിട്ടുണ്ട്. എഗെയിൻ റീ എൻട്രി വന്നിട്ടുണ്ട്, പക്ഷേ റെഡ് ക്യാൻഡിലില്ലേ. പിന്നെ ഞാൻ ഈ പ്രോഫിറ്റ് പറയണില്ല. റെഡ് ക്യാൻഡിൽ വന്നേക്കണതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടേക്കാണ് വന്നേക്കണത്, അതായത് 14:50 വന്നത്. അപ്പോൾ അവിടെ ഒന്നും എടുക്കാൻ പറ്റില്ല, റിസ്ക്കാണ്. ഇഫ് SL അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ SL അടിക്കും. അതുകൊണ്ടാണ് ഞാൻ റിസ്ക് പറഞ്ഞത് കേട്ടോ. പിന്നെ കൊടുക്കുന്നത് 26,150 26,150 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കൊടുത്തതാണ് കേട്ടോ, മനസ്സിലായില്ലേ. പെയ്ഡ് ഗ്രൂപ്പിൽ കിട്ടിയുള്ള ട്രേഡാണ്. 23 പോയിൻ്റാണ് വന്നേക്കണത്. റീ എൻട്രി വന്നിട്ടുണ്ട്, 10 പോയിൻ്റാണ് വന്നേക്കണത്. അപ്പോൾ ടോട്ടൽ ഇത്രയും ട്രേഡ്സ് ആണെന്നുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഈസി അല്ല. ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ പോലെ 4 ദിവസമായിട്ട് സ്ട്രഗ്ലിംഗ് ആണ്. SL ഉണ്ട്, ഒരു SL അടിക്കാത്ത ദിവസം പോലും ഇല്ല 4 ദിവസത്തിൽ. ഇന്ന് SL ഇല്ല, ആയിക്കില്ല. പക്ഷെ അതിൻ്റെയും അപ്പുറത്ത് നല്ല പ്രോഫിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഒരു SL വന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ അതിൻ്റെ കാര്യം സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കഴിഞ്ഞ 4 ദിവസത്തിൽ SL ചിലപ്പോൾ ക്ലോസ് ചെയ്യേണ്ട അവസ്ഥകളുണ്ടായിട്ടുണ്ട്. നമുക്ക് അടിപൊളി പ്രോഫിറ്റ് എന്നുള്ള ഒരു സംഭവം വന്നിട്ടില്ല. പിന്നെ പേഴ്സണലായിട്ടുള്ള കുറേ ആവശ്യങ്ങളുള്ളതുകൊണ്ട് കുറേ ട്രേഡ് കൊടുക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറേ മിസ്സിങ്ങുകളുണ്ടായിട്ടുണ്ട്. ഇന്ന് പക്ഷേ അടിപൊളിയായിട്ട് എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ സെറ്റപ്പ് ഉണ്ടായിരുന്നു ടോട്ടൽ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പിന്നെ എങ്ങനെ പ്രൈസ് കണ്ടുപിടിക്കണം, എങ്ങനെയാണ് ഇവിടെയൊക്കെ ട്രേഡ് എടുക്കുന്നത്, അതൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യുക.
നമുക്ക് വീഡിയോ ആയിട്ട് മാത്രം നമുക്ക് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റും. 2 സെറ്റപ്പിലും നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ മാത്രം മതി. അങ്ങനത്തെ ആൾക്കാർക്ക് വീഡിയോ മാത്രമായിട്ട് സെൻഡ് ചെയ്ത് തരാൻ പറ്റും. അല്ല നമുക്ക് ഓൺലൈനായിട്ടൊന്നും പഠിക്കണം, അങ്ങനത്തെ ആൾക്കാർക്ക് ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അത് 2 സെറ്റപ്പ് ഉണ്ട്. താല്പര്യമുള്ളവർ അത് ആലോചിച്ചിട്ട് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ഫ്രീ ഗ്രൂപ്പിൽ കയറുന്ന ആൾക്കാർ കറക്റ്റായിട്ട് നമ്മുടെ കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് ട്രേഡ് എടുക്കുക. ഒരിക്കലും ഞാനൊരു പ്രൈസ് വന്നു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു 100 എന്ന് പറഞ്ഞ പ്രൈസ് വന്നു, ക്യാൻഡിൽ അടിയിൽ നിന്ന് അവൻ വരുന്നുണ്ടാവുക, അതായത് 90, 91, 98 അങ്ങനെ അവൻ വരുന്നുണ്ടാവുക. 100 ടച്ച് ചെയ്യണ നേരത്തെ ട്രേഡ് എടുക്കാൻ പറ്റില്ല. 100ൻ്റെ മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ലോസ് ചെയ്ത ശേഷം ട്രേഡ് എടുക്കാൻ പറ്റില്ല. 100ൻ്റെ മുകളിൽ ഗ്രീൻ ക്യാൻഡിൽ ലോസ് ചെയ്ത ശേഷം അടുത്തതോ അതിൻ്റെ തൊട്ടപ്പുറത്തെ ക്യാൻഡിലോ, അല്ലെങ്കിൽ എപ്പോഴാണോ റെഡ് ക്യാൻഡിൽ വരുന്നത്, റെഡ് ക്യാൻഡിൻ്റെ ബോഡി ക്ലോസ് 100ൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. അതായത് 100 പൈസയിൽ ക്ലോസ് ചെയ്താലും പ്രശ്നമില്ല, അത് ആക്റ്റീവാണ്. ഇനിയിപ്പോൾ 99.90 ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഡീആക്ടിവേറ്റ് ആണ്. അപ്പോൾ അതിൽ ട്രേഡ് എടുക്കാൻ പറ്റില്ല എന്ന സിനാരിയോസിൽ. അപ്പോൾ ബോഡി ലോസ് മുകളിൽ വരണം. പൊതുവായിട്ട് ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. പഴയതിൽ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയാണ് അങ്ങനെയാണ് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ടച്ച് ചെയ്തെന്ന് വെച്ചിട്ടൊന്നും ട്രേഡ് എടുക്കാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഫ്രീ ഗ്രൂപ്പിൽ എൻ്റെ വീഡിയോ കിടക്കുന്നുണ്ട്, എല്ലാവർക്കും ഫ്രീ ആയിട്ട് കാണാനും പറ്റും. അപ്പോൾ ഫ്രീ ഗ്രൂപ്പ് ചെക്കൗട്ട് ചെയ്യുക. ടെലിഗ്രാം ഫ്രീ ഗ്രൂപ്പ് കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് തിങ്കളാഴ്ച കാണാം. അപ്പോൾ ഓക്കെ, ബൈ.